കണ്ടുവരുന്ന സ്ട്രെസ്, ആൻസൈറ്റി അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ഇഷ്യൂസിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നോർത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണോ? ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഈ കുട്ടികളിലുള്ള സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ കുറയ്ക്കാം, അതിനുള്ള കുറച്ച് സ്ട്രാറ്റജീസ് ആണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമേ കുട്ടികൾ പഠിക്കുന്നത് പേരൻസിൽ നിന്നാണ്. പേരൻസ് എങ്ങനെയാണ് ഒരു പ്രശ്നത്തെ ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ പേരൻസിന്റെ ബിഹേവിയർ എങ്ങനെയാണ്, അതായിരിക്കും കുട്ടികൾ മോഡൽ ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് മോഡൽ എ കാം ബിഹേവിയർ. പേരന്റ് എപ്പോഴും ഏതൊരു പ്രശ്നം വന്നാലും കാമായിട്ട് സോൾവ് ചെയ്യുന്നതോ അല്ലെങ്കിൽ കാമായിട്ട് ഡീൽ ചെയ്യുന്നതോ കുട്ടികൾ കണ്ടുപഠിക്കുകയാണ്. അതവർ മുൻപിലേക്കുള്ള ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ ആ ഒരു പ്രശ്നത്തെ അവർ ഒരു കാമായിട്ടുള്ള രീതിയിൽ അതിനെ ഫേസ് ചെയ്യാൻ ആ ഒരു ബിഹേവിയർ മോഡൽ ചെയ്യുന്നതിലൂടെ അവർക്ക് ഹെൽപ്പ് ചെയ്യാണ്. സോ മോഡൽ എ കാം ബിഹേവിയർ ഇൻ ഹോം. സെക്കൻഡ് വൺ ആണ്, എല്ലാ ചിൽഡ്രൻ്റെയും അവരുടെ ഇമോഷൻ അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ആ ഒരു എക്സ്പ്രഷനെ അക്നോളജ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. പലപ്പോഴും ഒരു ആസ് എ പേരന്റ് നമുക്ക് നമ്മളുടെ കുട്ടിയുടെ ഇമോഷൻ, എന്തുകൊണ്ടാണ് അവർ ആ ഇമോഷൻ കാണിക്കുന്നത്, എന്തുകൊണ്ടാണ് അവർ സങ്കടപ്പെടുന്നതിൻ്റെ റീസൺ മനസ്സിലാക്കാതെ നമ്മൾ പലപ്പോഴായി ദേഷ്യപ്പെടുന്നു. എന്തിനാണ് നീ കരയുന്നത്, എന്ത് കാര്യത്തിനാണ്, ഈ സില്ലി റീസൺ ആണോ നിങ്ങൾ കരയുന്നത് എന്ന് നമ്മൾ പലപ്പോഴായി ചോദിക്കുന്നു. എന്നാൽ ചില സമയത്ത് നമ്മൾ അവരുടെ വിഷമം, ചിലപ്പോൾ ഒരു ടോയ് നഷ്ടപ്പെട്ടതിനായിരിക്കും അവരിങ്ങനെ കിടന്ന് കരയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുക, എനിക്ക് മനസ്സിലാവും, ആ ടോയ് നിനക്ക് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, അത് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിനക്ക് സങ്കടം വരും. അപ്പം അങ്ങനെയൊക്കെ കഴിയുമ്പോൾ അവരുടെ ഇമോഷൻസിനെ നമ്മൾ വാല്യൂ ചെയ്യുന്നുണ്ടെന്ന് പിള്ളേർക്ക് മനസ്സിലായി കഴിയുമ്പോൾ ഒരു സേഫ്റ്റിയോ ഒരു ട്രസ്റ്റോ ആ ഒരു പേഴ്സണിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സോ അതാണ് വാലിഡേറ്റ് ഇമോഷൻ അല്ലെങ്കിൽ വാലിഡേറ്റ് ഫീലിങ്സ് എന്ന് പറയുന്നത്. ഇനി തേർഡ് ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് എൻകറേജ് കമ്മ്യൂണിക്കേഷൻ. കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഓപ്പൺ സ്പേസ് അല്ലെങ്കിൽ അവർക്ക് പറ്റിയ ഒരു സ്പേസ്, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സേഫ് സ്പേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അവർ അങ്ങനെ സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ പിന്നീട് അവർക്ക് പല കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് സംസാരിക്കാനും അതിനൊരു സ്പേസ് കിട്ടുമ്പോൾ ആ എന്ത് കാര്യം പറയുമ്പോഴും അവർക്കൊരു ഫീലിംഗ് ഓഫ് സേഫ്റ്റി അവിടെ തോന്നുകയാണ്. സോ എൻകറേജ് കമ്മ്യൂണിക്കേഷൻ. അടുത്തൊരു സ്ട്രാറ്റജിയാണ് ടീച്ച് റിലാക്സേഷൻ ടെക്നിക്. അതായത് ചെറുപ്പം തൊട്ടേ മക്കൾക്ക് ചെറിയ ചെറിയ റിലാക്സേഷൻ ടെക്നിക്സ്, ലൈക്ക് ചെറിയ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒരു ഡീപ് ബ്രെത്ത് ചെയ്യുക, ഇങ്ങനെയൊക്കെ കുറച്ച് റിലാക്സേഷൻ ടെക്നിക് അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അതുപോലെ പ്രൊമോട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി, റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യിപ്പിക്കുക. ഇങ്ങനെ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യിക്കുമ്പോൾ എൻഡോർഫിൻസ് എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എൻഡോർഫിൻസ് എന്തിനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ മൂഡ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഓവറോൾ മെൻ്റൽ ഹെൽത്തിന് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മുടെ ആൻസൈറ്റി കുറയ്ക്കുന്നു. അതുപോലെ ഞാൻ ലാസ്റ്റ് പറയാൻ പോകുന്ന ഒരു സ്ട്രാറ്റജിയാണ് എൻകറേജ് പോസിറ്റീവ് സെൽഫ് ടോക്ക്. ഒരു കുട്ടിയിൽ ഉണ്ടായ അവരുടെ അക്കംപ്ലീഷ്മെൻറ്റ് അല്ലെങ്കിൽ അവർ ജീവിതത്തിൽ നേടിയെടുത്ത പ്രൈസസ് അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, ഇതൊക്കെ വെച്ചിട്ട് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ ആ കുട്ടിയോട് തന്നെ ഒരു പോസിറ്റീവ് സെൽഫ് ടോക്ക് എടുത്താണ്, ഞാൻ ഇത്രയും നാളും ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എനിക്ക് കിട്ടി ഇത്രയും പ്രൈസുകൾ, എനിക്ക് ഇത്രയും ട്രോഫി കിട്ടി, അപ്പോൾ എനിക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, ഐ ക്യാൻ ട്രൈ എന്ന് പറഞ്ഞ് ആ കുട്ടിക്ക് തന്നെ ഒരു പോസിറ്റീവ് മോട്ടിവേഷൻ കൊടുക്കുകയാണ്. So I hope you could be able to tackle the anxiety in children the next time through the strategies. Thank you.